നമ്മളൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയിക്കൊണ്ട് ഇവർക്ക് 13 മക്കളുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന മാങ്ങളൊക്കെ ഇവിടുന്ന് വരുന്ന തോന്നുന്നു. നിരോധിച്ചിരിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളങ്ങനെ റിസ്ക് എടുത്ത് പോകാൻ നിൽക്കണില്ല. പിന്നെ കണ്ടോ മരത്തിന്റെ വീട് പോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഈ ആലില് കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെല്ലൻ ചേട്ടൻ. ഇവിടെ വെച്ചിട്ടുള്ള ഒരു കോട്ടയം കാണിച്ചത് ശുദ്ധമായ പാല്, ശുദ്ധമായ ജലം, ശുദ്ധമായ മണ്ണ്. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ വണ്ടി ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്കുള്ള വഴി അടിപൊളിയായിരുന്നു. വന്ന വഴി ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ടില്ല. ഇനി പോകുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് 2 വീഡിയോസും കൂടി എടുക്കണം. ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു 1 കിലോമീറ്ററോളം പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചേച്ചി ഇപ്പോൾ പറയുന്നുണ്ട് അവിടേക്ക് ഇതാ ചേച്ചി കണ്ടോ സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് അവിടേക്ക് വണ്ടി പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. ഇനി നോക്കട്ടെ കേട്ടോ. നല്ല വെയിലാണ്, അത്യാവശ്യം ചൂടുള്ള വെയിലാണ്. പക്ഷെ ഇങ്ങോട്ട് വന്ന വഴിയിലൊക്കെ നല്ല പച്ചപ്പും എന്താ പറയുക, ഇങ്ങനെ പാടങ്ങൾ ഇപ്പോൾ ഒന്നും കാണാനില്ല. അത്രയും നല്ല അടിപൊളി സീനറി കണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം പാറ ഇതൊക്കെ ആയിട്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വഴി ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടെയുള്ള ഓരോ വീട്ടിലും നല്ല രസമുള്ള പൂക്കളും എല്ലാം ഉണ്ട്. ഇവിടെ ഈ വീട്ടിലെ അമ്മമ്മയാണത്. ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് അതോടെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കാം. പ്രസവിച്ചു 13 പ്രസവിച്ചു. ഇവർക്ക് 13 മക്കളുണ്ട്. എത്ര മക്കളാ? 14 11. എത്ര വയസ്സാ? വണ്ടി കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. വണ്ടി ആർക്കാൻ പോയിരിക്കുകയാണ്. അങ്ങോട്ട് വണ്ടി പോകുന്ന പറഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാണ്. ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനി 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ള പറഞ്ഞിട്ട് വണ്ടി അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. പാത്തുമതാന്റെ റാവുത്തർ ബിരിയാണി ഉണ്ട്. ഒരു കുഞ്ഞു ഷോപ്പുണ്ട്. ഒരു ഓല മെനൊരു ഷോപ്പ്. അവിടെ ഡ്രസ് ഉണ്ട്. പിന്നെ കണ്ടോ ബിരിയാണി കഴിക്കാൻ പോകുമ്പോൾ വെള്ളം കുടിച്ച് വയറ് നടക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റിനുള്ള ദൂരമുള്ളൂ എന്നാണ് പറഞ്ഞത്. കണ്ടോ ഇങ്ങനെ കുഞ്ഞ് ഷോപ്പുണ്ട്. പിന്നെ ഇവിടൊക്കെ ഇങ്ങനെ ഷോപ്പുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. കാണാം ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു. കുറേ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ മാത്രം കൊണ്ടുപോയി കാണിച്ചു തരാം. ഫുള്ള് മാങ്ങൻ്റെ മരങ്ങളാണ്. മൂച്ചി ആണ് ഫുള്ള്. ഇവിടെ നല്ല കുറേ ഏരിയയിൽ അങ്ങനത്തെ ഇതുണ്ട്. ഇവിടെയൊക്കെ ഫുൾ നമ്മളെ നാട്ടിലേക്കുള്ള കേരളത്തിൽ നിന്നെല്ലാം മാങ്ങ ഒക്കെ ഇവിടുന്നാ തോന്നുന്നുണ്ട്.
ഐ മീൻ കേരളത്തിൽ നിന്ന് വരുന്ന മാങ്ങകളൊക്കെ ഇവിടുന്നാണ് വരുന്നത് തോന്നുന്നു. ഇത്രയധികം മാംഗോ ട്രീസ് ഉണ്ട്. പോകാൻ പോണത് ഇതാ ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ്. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട്. അയ്യോ ഇതുവരെ എത്തി. നമ്മളിങ്ങനെ കേരളീൻ്റെ ഇടയിൽ കണ്ടൊരു കാഴ്ചയാണ്. എത്ര രൂപ? 100. ഇത് നിങ്ങൾ ഉണ്ടാക്കണതാ? അത് കണ്ടോ, കടല വറക്കണ ഇങ്ങനൊരു വണ്ടിയിൽ കടല. അപ്പോൾ വെള്ളം ചാടി താഴത്തേക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. മറ്റേ ഭാഗത്തേക്ക് നമ്മൾ പോകണില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടേക്ക് പോവല് നിരോധിച്ചിരിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടി കൊണ്ടായതുകൊണ്ട് നമ്മളങ്ങനെ റിസ്ക് എടുത്ത് പോകാൻ നിൽക്കണില്ല. വെയിൽ കൊണ്ടിട്ട് വരുന്നത് വീണ്ടും തിരിച്ചു തന്നെ പോവുകയാണ്. ചേട്ടന്മാരുണ്ട്, സ്വീറ്റ് കോണും പിന്നെ അതുപോലെ ഇതാ ചൂടോടെ സ്പ്രിംഗ് പൊട്ടറ്റോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ തിരിച്ചു വരുന്ന വഴി നല്ല അടിപൊളിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഇങ്ങനെ എന്തൊക്കെ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പാലത്തിൽ കൂടെ. ആ പോണ വണ്ടി കണ്ടോ, അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെ നടന്ന് നമുക്ക് ഓപ്പോസിറ്റ് എത്തണം. പിന്നെ ഇതാ ഇവിടെ ഒരു ഫേമസ് ആയ ഒരു ചായക്കട ഉണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതിലൂടെ നടന്നു വന്നത് കേട്ടോ. ഇത് എന്ത് ഭംഗിയാരോ, ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പിടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, ആരും കമൻ്റ് ഇടരുത് തെറ്റാണെങ്കിൽ. ഇവിടെ കണ്ടോ ഗേറ്റൊക്കെ ഉണ്ട്, എന്ത് ഭംഗിയാലേ. നമുക്ക് വണ്ടി വരെ എത്താനുണ്ട്. അതിന് മുന്നേ നമുക്ക് ചായക്കട പോകാം. ഇത് ചായക്കട അല്ല കേട്ടോ, ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. അതാണ് കേട്ടോ ചായക്കട, ആരും തെറ്റിദ്ധരിക്കണ്ട, അതാണ് ചായക്കട. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് എങ്ങടാ പോണ്? അവിടെ എന്താ? അവിടെ കുടിലുണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ആനയുണ്ട് അവിടെ, ഫോട്ടോ എടുക്കുന്ന സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട്. റോഡില് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ റോഡെത്തി. ഞാന് എന്താ ഇത്രയും സ്ഥലം കാണിച്ചത് പണിയാ. ഇതൊരു ഇൻഫിനിറ്റ് പാടെന്നൊക്കെ പറയാട്ടോ, അങ്ങനെ പാടാണ്. ഞാൻ പറഞ്ഞ ഫേമസ് കിടിലൻ തട്ടുകട, ഞാൻ പറഞ്ഞ ഫേമസ് തട്ടുകട ഇതാണ്. ഇവിടെ ഒരു ചേച്ചിയാണുള്ളത്, ഉപ്പിലിടാൻ വേണ്ടിയിട്ടൊക്കെ ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പാടത്ത് കൊല്ലങ്കോടിനെ ഫേമസ് ആക്കിയ വേറെ ഒരു സംഭവമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല, ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്തൊക്കെ ആചാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റൂല, ഉള്ളിലേക്ക് പോകും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് ആലാണ് കേട്ടോ. ചുറ്റും ആലും ഒരുപാട് ആൾക്കാരും ഉണ്ട്. എന്തൊക്കെ ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
ഓരോ സംഭവങ്ങൾ അവിടെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടൊക്കെ ഉണ്ട്. ഇതെന്താന്ന് കറക്റ്റ് ആർക്കെങ്കിലും അറിയുമെങ്കിൽ വീട് പോലെയൊക്കെ കണ്ടോ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട്. പിന്നെ മണിമണി അടിക്കണ സൗണ്ടൊക്കെ ഉണ്ട്. ഇതും കൊല്ലങ്കോട് ഒരു ഫേമസ് സ്പോട്ടാണ്. ഇവിടെയൊക്കെ ആലാണ് കേട്ടോ. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ കണ്ടോ കുറേ ആളുകൾ നമുക്ക്. ഇതൊരു ക്ഷേത്രമാണ്. ഇതിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇവിടെ കുറേ ആളുകൾ വന്നിട്ട് എന്തൊക്കെ പൂജ പോലത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടോ മരത്തിന്റെ വീട് പോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഈ ആലിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. അവരെ ഒരു വിശ്വാസപ്രകാരം എന്തോ ഒരു പൂജയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ വലിയ വലിയ ആൽമരങ്ങളുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതിന്റെ ഉള്ളിലേക്കൊന്നും പോകണില്ല. ഇനി നമ്മള് തിരിച്ചു തന്നെ പോവാണ്. അയ്യോ എന്നെ കൊണ്ടുപോകാതെ പോകുന്നേ. നമ്മൾ നേരത്തെ ക്ഷേത്രത്തിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. ക്ഷേത്രത്തിക്ക് പോവാനുള്ള കാരണം തന്നെ ക്ഷേത്രത്തിക്ക് പോണ വഴിയിൽ വേറൊരു സംഭവമുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് വന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ ക്ഷേത്രത്തിന്റെ അവസ്ഥ. അപ്പൊ അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയ ചെല്ലൻ ചേട്ടന്റെ ഓലമേഞ്ഞ ചായക്കട. ഇതാണ് നമ്മളെ ചെല്ലൻ ചേട്ടന്റെ ഓലമേഞ്ഞ ചായക്കട. അപ്പൊ ഇനി നമുക്ക് ഓലമേഞ്ഞ ചായക്കടയും അവിടുത്തെ ചെല്ലൻ ചേട്ടനെയും എല്ലാം പരിചയപ്പെടാം കേട്ടോ. ഇത് ഈ ഉച്ച സമയത്തും ചായക്കടയിൽ തിരക്കുണ്ടെങ്കിൽ ചെല്ലൻ ചേട്ടന്റെ ചായക്കടയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഇതാണ് നമ്മുടെ ചെല്ലൻ ചേട്ടൻ. ഇവിടെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ കാണിച്ചത് ശുദ്ധമായ പാല്, ശുദ്ധമായ ജലം, ശുദ്ധമായ മണ്ണ്. ഇതാണ് ഫേമസ് ചെല്ലൻ ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? ചിന്താമരാക്ഷി. എടുത്തേക്കൊന്നും വായിക്കില്ല. ഇതാണ് അമ്മയുടെ പേര്. പറ്റി എന്താ പറയുക, എത്ര പഴക്കണ്ട് ഈ കടയിൽ? 49 വർഷത്തെ പഴക്കമുണ്ട്. അതിവിടെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഡെയിലി എത്ര ആൾക്കാർ വരും? ആൾക്കാർ വരുന്നതിന്റെ കണക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? നിങ്ങള് വീട് കൊടുത്തിട്ടാണോ? രണ്ടാളുമായിരുന്നു ആദ്യം. ആള് കൂടിയിട്ടുണ്ടാവില്ലേ? പരിപ്പോടെ കൂടണ്ട മതി. ഞാൻ പഠിക്കുക 5 മക്കളും 5 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ട്. അപ്പൊ ആദ്യം ചെല്ലഞ്ചേട്ടനും ഭാര്യയും കൂടിയാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കടയിൽ തിരക്ക് കൂടി കാരണം അവരെല്ലാം സഹായിക്കാൻ വരുന്നു.